الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله أشهد أن محمد رسول الله. بسم الله الرحمن الرحيم. يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. മുനാഫിക്കുകളുടെ കാര്യമാണ് പറയുന്നത്. മുനാഫിക്കുകളുടെ അവർ കപടവിശ്വാസം കാണിക്കുന്ന അവരുടെ കാപട്യം എത്രത്തോളമുണ്ട് എന്ന് ഉദാഹരിക്കുകയാണ്. വായിക്കും. അടുത്തിരിക്കുന്നു. യക്കാദു എന്ന് പറഞ്ഞാൽ യക്കുറുബു, അടുത്തിരിക്കുന്നു. അതായത് നമ്മൾ സാധ്യതയുണ്ട് എന്ന് പറയില്ലേ, പോസിബിൾ ആണ്. ആ അടുക്കൽ കേട്ടോ, മറ്റേ അടുക്കലല്ല. അപ്പൊ അടുത്തിരിക്കുന്നു. അൽ ബർഖു, മിന്നൽ. ബർക്ക് എന്ന് പറഞ്ഞ മിന്നൽ. അപ്പോൾ മിന്നൽ അടുത്തിരിക്കുന്നു. അവരുടെ കണ്ണുകളെ റാഞ്ചാൻ അടുത്തിരിക്കുന്നു. യഖ്തഫു എന്ന് പറഞ്ഞാൽ റാഞ്ചി എടുക്കുക. യഖ്തഫു മിന്നൽ മിന്നൽ. യഖ്തഫു അബ്സ്വാറഹും. യഖ്ദുഹ ബിസുർഅത്തിൻ. ആ യഖ്തഫുവിന്റെ അർത്ഥം പറഞ്ഞതാണ്. യഖ്ദുഹ, ആ മിന്നൽ എടുക്കും. ഹ, കാഴ്ചകളെ, കണ്ണുകളെ. ബിസുർഅത്തിൻ, വളരെ പെട്ടെന്ന്. അപ്പൊ അത് റാഞ്ചുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. കോഴിക്കുഞ്ഞിനെ പരിന്ത് റാഞ്ചുക എന്ന് പറഞ്ഞാൽ മെല്ലെ വന്ന് റാഞ്ചലല്ലോ, പെട്ടെന്ന് റാഞ്ചിയെടുക്കും. അപ്പോൾ മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചാൻ അടുത്തിരിക്കുന്നു. ബിസുറഅത്തിൻ, സുറഅ പെട്ടെന്ന് പറയില്ല. ക്ലിയർ അല്ലേ? പിന്നെ ലൗഇഹി, ലൗഇഹി, ലൗ പ്രകാശം. ലൗ പ്രകാശം. അപ്പൊ കുല്ലമ അലാ അവർക്ക്
ലഹും ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മിന്നൽ വെളിച്ചം നൽകുമ്പോഴെല്ലാം അലാ എന്ന് പറഞ്ഞ വെളിച്ചം നൽകുക. വെളിച്ചം നൽകുമ്പോഴെല്ലാം മശൗ അവർ സഞ്ചരിക്കും, നടക്കും, ഫിഹി അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മിന്നൽ വെളിച്ചം നൽകുമ്പോൾ അവർ ആ വെളിച്ചത്തിലൂടെ നടക്കും. പിന്നെ അവരുടെ മേൽ ഇരുട്ടുണ്ടാകുമ്പോൾ കാമു അവർ നിൽക്കും, സ്റ്റോപ്പ് ചെയ്യും. അവർക്ക് ഇരുട്ട് ഉണ്ടാകുമ്പോൾ, അലുലമ എന്ന് പറഞ്ഞാൽ ഇരുട്ടുണ്ടാകുക, അതായത് വെളിച്ചമില്ലാതിരിക്കുക. വെളിച്ചമില്ലാതിരിക്കുമ്പോൾ കാമു അവർ സ്റ്റോപ്പ് ചെയ്യും, അതാണ് വഖഫു അവർ നിൽക്കും. അപ്പൊ ഇതെന്തിനാ പറയുന്നത്? വെളിച്ചം കിട്ടുമ്പോൾ പോകും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോൾ, അവർക്ക് താല്പര്യമുണ്ടാകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? അവർ ചെയ്യും. ഇനി വെളിച്ചമില്ലാതിരിക്കുമ്പോൾ അവർക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഓലെന്ത് ചെയ്യും? ഒന്നും ചെയ്യാതെ നിൽക്കും. അങ്ങനെ പറഞ്ഞാൽ ഖുർആനിനെ അവർക്ക് അനുകൂലമായ, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഇഷ്ടപ്പെടും, അത് അംഗീകരിക്കും. അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവരത് കേൾക്കൂല, അതിനെ മെയിൻ ചെയ്യൂല. മനസ്സിലായി? എവിടെ 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 പ്രശ്നമുണ്ടോ? പറയും. പറഞ്ഞോളൂ, എവിടെ ഏതാ പ്രയാസം പറയും. ഈ പറഞ്ഞൊരു വിഷയം, ഇപ്പൊ നമ്മളൊരു ചിത്രം നൽകുകയാണ് അല്ലാഹു. ഒരു മിന്നല് മുനാഫിക്കുകളെ കുറിച്ച്, മുനാഫിക്കുകളുടെ സ്വഭാവം പറയാണ്. വെളിച്ചം കാണുമ്പോൾ ഓല് സഞ്ചരിക്കും, വെളിച്ചമില്ലാതിരിക്കുമ്പോൾ അവർ നിൽക്കും. അതുപോലെയാണ് മുനാഫിക്കുകൾ. അപ്പൊ ഖുർആനിൽ അവർക്ക് താല്പര്യമുള്ളത് കാണുമ്പോൾ അവരതെടുക്കും, താല്പര്യമില്ലാത്തത് കാണുമ്പോൾ അവരത് ഒഴിവാക്കും. മനസ്സിലായോ? ഞാൻ അതിന്റെ ഉദാഹരണത്തിൽ തംസീലുൻ വായിക്കും. തംസീലുൻ ഉദാഹരിക്കലാണ് ഈ പറഞ്ഞതേ. ഇപ്പൊ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ഈ ആയത്ത് യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഈ ആയത്ത് തംസീലുൻ ഉദാഹരിക്കലാണ്, ഒരു എക്സാമ്പിൾ പറയലാണ്. എന്തിനൊക്കെ എക്സാമ്പിൾ പറയും? ലി ഇസ്ആജി അസ്വസ്ഥമാക്കുന്നതിനെ, ഇസ്ആജ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമാക്കുക. എന്താണ് അസ്വസ്ഥമാക്കുന്നത്? മാഫിൽ ഖുർആനി, ഖുർആനിലുള്ളത് അസ്വസ്ഥമാക്കുന്നു. എന്താ ഖുർആനിലുള്ളത്? മിനൽ ഹുജ്ജജി തെളിവുകൾ. അപ്പൊ ഖുർആനിലുള്ള തെളിവുകൾ
അസ്വസ്ഥമാക്കുന്നു എന്നതിനെ ഒരു ഉദാഹരിക്കലാണിത്. ഓക്കെ ആണോ? അപ്പൊ ഖുർആനിലുള്ള തെളിവുകളുണ്ട്. അത് കണ്ണുകളെ റാഞ്ചിയെടുത്തേക്കാം. അതായത് മിന്നലുകൾ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കാൻ അടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ആ മിന്നൽ അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ സഞ്ചരിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ ഒരിങ്ങനെ നടക്കും. ഇനിയോ വെളിച്ചമില്ലാതിരിക്കുമ്പോൾ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇതുവരെ പറഞ്ഞത്, ഈ പറഞ്ഞ ആയത്തുണ്ടല്ലോ, യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും എന്നുള്ളത് തംസീലുൻ. ഈ ആയത്ത് ഒരു ഉദാഹരണം കാണിക്കലാണ്, ഒരു ഉദാഹരിക്കലാണ്. എന്തിനെ ഉദാഹരിക്കുന്നു? ലി ഇസ്ആജി, അസ്വസ്ഥമാക്കുന്നു എന്നതിനെ ഉദാഹരിക്കുന്നു. എന്താണ് അസ്വസ്ഥമാക്കുന്നത്? മാഫിൽ ഖുർആനി, ഖുർആനിൽ ഉള്ള ഒന്ന് അസ്വസ്ഥമാക്കുന്നു. മിനൽ ഹുജജി, എന്താ ഖുർആനിലുള്ള ഒന്ന്? തെളിവുകളാൽ, ദൃഷ്ടാന്തങ്ങളാൽ. ഖുർആനിൽ ഒരുപാട് തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പറയുന്നുണ്ട്. അത് അസ്വസ്ഥമാക്കുന്നു. ആരെ? ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ, ആ മുനാഫിക്കുകളുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതുപോലെ എന്തിനേക്കുള്ള ഉദാഹരണവുമാണ്? വ തസ്ദീഖിഹിം, അവർ അംഗീകരിക്കുന്നു എന്നതിനുള്ള ഉദാഹരണവുമാണ്. എന്തിനെ അംഗീകരിക്കുന്നു? ലിമാ സമിഉ ഫീഹി, ഖുർആനിൽ അവർ കേൾക്കുന്ന ഒന്നിനെ, അവർ കേൾക്കുന്ന ഒന്ന്, മിമ്മാ യുഹിബ്ബൂൻ, അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അപ്പം ഖുർആനിൽ അവർ കേൾക്കുന്ന ഒന്നിനെ അവർ അംഗീകരിക്കുന്നു. അതുപോലെ വുഖൂഫിഹിം, അവർ നിൽക്കുകയും ചെയ്യുന്നു. അമ്മാ യക്റഹൂൻ, അവർ വെറുക്കുന്നതിനെ തൊട്ട്. അതുകൊണ്ടാണ് അവിടെ വെളിച്ചത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർ അംഗീകരിക്കും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അവർ അത്, വെറുപ്പുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് അംഗീകരിക്കൂല. അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ആയത്ത്. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞു നോക്കി. അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നതിനുള്ള ഉദാഹരണമാണ്. തെളിവുകൾ അസ്വസ്ഥമാക്കുന്നു. എന്താണ്? ആ തെളിവുകളാണ് അസ്വസ്ഥമാക്കുന്നത്. ആരസ്വസ്ഥമാക്കുന്നു? അവരുടെ കൽബുകളെ അസ്വസ്ഥമാക്കുന്നു. തസ്ദീഖിഹിം, അവർ അംഗീകരിക്കുന്നു എന്നതിനുള്ള തെളിവുമാണ്. തസ്ദീഖിഹിം, മറ്റേ ഇവിടെ കേട്ടോ, ലി ഇസ്ആജി എന്ന് പറഞ്ഞില്ലേ, അവിടേക്കാണ് അത്ഫത്. അതിനുള്ള ഉദാഹരണം കൂടിയാണ്. തസ്ദീഖിഹിം, അവർ അംഗീകരിക്കുന്നു. എന്തിനെ? ലിമ, എന്തിനെ അംഗീകരിക്കുന്നു? ഒന്നിനെ. ഖുർആനിൽ യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും.
അപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താകുന്നുണ്ട്, അവർ അംഗീകരിക്കും. മുനാഫിക്കുകൾ അങ്ങനെ തന്നെയാണല്ലോ. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഓർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വീകരിക്കും, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയും. പിന്നെ ബാക്കി വവുഖൂഫിഹിം വവുഖൂഫിഹിം ആ ആ അവർ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ തൊട്ട് അവർ നിൽക്കുകയും ചെയ്യുന്നു. നിൽക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുന്നു എന്നർത്ഥം. ക്ലിയറല്ലേ? പറയും, അർത്ഥം പറയും. വലൗ ഷാ അല്ലാഹു, അല്ലാഹു അല്ലാഹു അല്ല, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഷാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ആ മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഈ ഷാ ആണ്. അവർ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ആ അവരുടെ കേൾവികളെ നശിപ്പിക്കുമായിരുന്നു. സമഅ എന്ന് പറഞ്ഞാൽ ബിമാന അസ്മാഇഹിം, അവരുടെ കേൾവികളെ നശിപ്പിക്കുമായിരുന്നു. പിന്നെ അവരുടെ കേൾവികൾ ഇല്ലാതാക്കുമായിരുന്നു, ചെവിടുവട്ടന്മാരാക്കുമായിരുന്നു. ബിമാന എന്നർത്ഥം. സമഅ എന്ന് പറഞ്ഞ അവിടെ ഉദ്ദേശം അസ്മാഇഹിം, അവരുടെ കേൾവികളെ നശിപ്പിക്കുമായിരുന്നു. വഹബ എന്ന് പറഞ്ഞാൽ പോക്കുക, പോയിക്കുക എന്നൊക്കെ അർത്ഥം. അവിടെ നശിപ്പിക്കുക എന്നർത്ഥം. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവി തന്നെ ഇല്ലാതാക്കുമായിരുന്നു. പിന്നെ ആ അവരുടെ കേൾവിയും കാഴ്ചകളും, അല്ലേ, ആ കാഴ്ചകളും ഇല്ലാതാക്കുമായിരുന്നു. ലാഹിറായ കേൾവിയും കാഴ്ചയും, ലാഹിറായ കേൾവിയും കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമല്ലോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അത് ലാഹിറാണ്. ഞാൻ നോക്കുന്നത്, ഞാൻ കാണുന്നുണ്ട്, അത് ലാഹിറാണ്. പക്ഷെ ആന്തരികമായ കാഴ്ച അവർക്ക് ഇല്ലേനും. ഉൾക്കാഴ്ച അല്ല, ഉൾക്കാഴ്ചയും ഉൾക്കേൾവിയും ഇല്ല. അതാ കമാ ദഹബ, അള്ളാഹു നശിപ്പിച്ചതുപോലെ, ബിൽ ബാത്തിനത്തി, ആന്തരികമായതിനെ നശിപ്പിച്ചതുപോലെ. ഉൾക്കാഴ്ചയും ഉൾക്കേൾവിയും അള്ളാഹു നശിപ്പിച്ചതുപോലെ ബാഹ്യരൂപത്തിലുള്ള കാഴ്ചകളും കേൾവികളും അള്ളാഹു നശിപ്പിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നു. ആ ആ തീർച്ചയായും എല്ലാ കാര്യത്തിൻ്റെ മേലും അവൻ ഉദ്ദേശിച്ച മുഴുവൻ കാര്യത്തിൻ്റെ മേലും ഖദീറുൻ, കഴിവുള്ളവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അവന് കഴിവുള്ള ആളാണ്.
ക്ലിയർ അല്ലേ? ആണോ? ഇനി വമിസുലുഹു, അതുപോലെ തന്നെയാണ്, ഏതുപോലെ? എല്ലാ വസ്തുക്കളെയും പോലെ തന്നെയാണ് ഇദ്ഹാബു മാ ദുക്കിറ, ഈ പറയപ്പെട്ടതിനെ നശിപ്പിക്കൽ. അപ്പം അത് അള്ളാഹുവിന് കഴിയും. പക്ഷെ അള്ളാഹു എന്തായിട്ടില്ല, അത് ഉദ്ദേശിച്ചിട്ടില്ല. ഇദ്ഹാബു എന്ന് പറഞ്ഞാൽ പോക്കുക, നശിപ്പിക്കുക. മാ ദുക്കിറ, പറയപ്പെട്ട ഒന്നിനെ. ഈ പറയപ്പെട്ട ഒന്നിനെ നശിപ്പിക്കലും അതുപോലെ തന്നെയാണ്. കാഴ്ചയും കേൾവിയും ഒക്കെ നശിപ്പിക്കുമായിരുന്നു, പക്ഷേ അത് ചെയ്തിട്ടില്ല. അപ്പം മുനാഫിക്കുകൾ അവരുടെ സ്വഭാവ സവിശേഷതകളാണ്. സ്വഭാവ സവിശേഷത എന്ന് പറയാൻ പറ്റില്ല, സ്വഭാവങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്. ക്ലിയർ അല്ലേ? എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? അതായത് ഇവരിപ്പോൾ നമ്മൾ മുനാഫിക്കുകൾ കപടന്മാരാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഒരു മിന്നൽ കൊണ്ട് നമ്മുടെ കാഴ്ചകൾ വരെ നശിപ്പിച്ച് കളയാൻ കഴിയും. മിന്നൽ കൊണ്ട്, മിന്നൽ നമ്മുടെ, അപ്പോൾ അവർ ഇരുട്ടിലൂടെ നടക്കുകയായിരുന്നു. തൻ്റെ മുമ്പത്തെ ആയത്തുമായിട്ടും ബന്ധമുണ്ട്. 19-ാമത്തെ ആയത്ത് കണ്ടോ? അവർ ഒരു കോരിച്ചൊരിയുന്ന മഴയിലാണ്, എന്നിട്ടോ അതിൽ ഇരുട്ടുണ്ട്, ഇടിയുണ്ട്, മിന്നലുണ്ട്. അവർ അത് ശബ്ദം കേൾക്കാനും, ഇടിയുടെ ശബ്ദം കേൾക്കാൻ കഴിയാതെ വിരലുകൾ എന്തിൽ വെച്ചു? ചെവിയിൽ വെച്ചു, മരണത്തെ പേടിച്ചതിന് വേണ്ടി. അതുപോലെ മിന്നലാണെങ്കിലോ അവർക്ക് കാഴ്ച വരെ എടുത്തു കളയാൻ, റാഞ്ചിക്കളയാൻ അടുത്തതുമായിട്ടുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്നവരാണ് അവർ. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ പോകുന്നവരാണ് അവർ എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രയാസങ്ങളിൽപ്പെട്ട ഒരാളെ പോലെയാണ് അവർ. എന്നിട്ടും അവരെന്താ ചെയ്യുന്നത്? ശരിക്കും അള്ളാഹുവിനെ അംഗീകരിക്കല്ല ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? അതിലെന്തെങ്കിലും നല്ലത് കാണുമ്പോൾ അംഗീകരിക്കുകയും മോശം കാണുമ്പോൾ വിരോധിക്കുകയും ചെയ്യും, ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ഈ ഒരു വ്യക്തിയെ പോലെയാണ് മുനാഫിക്കുകൾ. ഖുർആനിൽ കുറേ കാര്യങ്ങൾ നല്ലതും അതുപോലെ എല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നല്ലത് അവർക്ക് പറ്റുന്നതിനെ അവരെടുക്കും, അവർക്ക് പറ്റാത്തതിനെ അവർ തള്ളിക്കളയുകയും ചെയ്യും എന്ന് പറയാണ്. അത് മനസ്സിലാക്കി തന്നെ ഏത് രൂപത്തു നിന്നാണ്? ഇവർ വെളിച്ചമുണ്ടാകുമ്പോൾ നടക്കും, വെളിച്ചമില്ലാതിരിക്കുന്ന സമയത്ത് ഇരുട്ടാകുമ്പോൾ നിൽക്കും എന്നുള്ളത്. ഓക്കെ ആണോ? ഇപ്പോൾ മസലുഹും കമസലില്ലതി സ്തൗഖദനാറാണ് 17-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങിയതാണിത്. മസലുഹും, ഈ മുനാഫിക്കുകളുടെ ഉദാഹരണം, കമസലില്ലതി സ്തൗഖദനാറൻ, ഒരു വിളക്ക് കത്തിച്ചു വെച്ചവനെ പോലെയാണ്. അങ്ങനെ ആ വിളക്ക് ചുറ്റുമുള്ളതിനെ കാണിച്ചു തരുമ്പോൾ ഫലമ്മ അളഅത് മാ ഹൗലഹു സഹബല്ലാഹു ബിനൂരിഹിം, അള്ളാഹു എന്ത് ചെയ്തു? അതിനെ കെടുത്തി. ഇങ്ങനെ കാണാൻ നേരത്തെ എന്ത് ചെയ്തു? അള്ളാഹു കെടുത്തി. എന്നിട്ട് അവരെ ഇരുട്ടിലാക്കിയിട്ട് അവർക്ക് ഒന്നും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല. അപ്പോൾ അവരെന്താണ്? അവർ സത്യസന്മാർഗത്തിൽപ്പെട്ടതല്ല. അവർ സന്മാർഗം കാണിക്കാൻ എന്താ പറയുക, വെളിച്ചം കാണാൻ പറ്റുന്നില്ല, നല്ലത് കേൾക്കാൻ പറ്റുന്നില്ല, നല്ലത് അറിയാൻ പറ്റുന്നില്ല. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കൊണ്ട് ഉദാഹരണത്തിലൂടെ നമുക്ക് ബോധ്യമാക്കി തരാണ്. നല്ല കാര്യങ്ങളൊന്നും അവർ കേൾക്കുന്നില്ല, അതുപോലെ നല്ല കാര്യങ്ങൾ ഒന്നും അവർ സംസാരിക്കുന്നില്ല, നല്ല കാര്യങ്ങളൊന്നും അവരെന്താകുന്നില്ല, കാണുന്നും ഇല്ല. അതൊരു ഉദാഹരണം. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് ഇവരെന്തുപോലെയാണ്? ഒരു മഴയിൽ നിൽക്കുന്നവനെ പോലെയാണ്. മഴയാണെങ്കിലോ ശക്തമായ മഴ, ഇടിയുണ്ട്, മിന്നലുണ്ട്. മിന്നലാണെങ്കിലോ ഇവരെ കണ്ണിൻ്റെ കാഴ്ച എടുത്തു കളയുന്ന രൂപത്തിലുള്ള മിന്നൽ, കണ്ണിൻ്റെ കാഴ്ചശക്തി എടുത്തു കളയുന്ന രൂപത്തിലുള്ള മിന്നൽ. എന്നിട്ട് എന്ത് ചെയ്യും അപ്പോഴും അവർ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിനെ അംഗീകരിച്ച് മടങ്ങലല്ല. അവർ ചെയ്യുന്നത് വെളിച്ചം ഉണ്ടാകുമ്പോൾ പോവുക, വെളിച്ചമില്ലാത്തുമ്പോൾ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാണ്. അത്രയും ഭീകരമായ അവസ്ഥയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. എന്നിട്ടും അവർ അള്ളാഹുവിനെ അംഗീകരിക്കാതെ ഇരിക്കുകയാണ് എന്ന് കാണിച്ചു തരാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പിന്നെ മുനാഫിക്കുകളുടെ ഒരു 2 ഉദാഹരണങ്ങളിലൂടെ അവരെ നമുക്ക് മനസ്സിലാക്കി തരും. ശരിക്കും മുനാഫിക്കുകളെ കുറിച്ച് എന്ത് പറഞ്ഞാൽ മതി? അവർ സത്യം മനസ്സിലാക്കണില്ല,
സത്യം കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഉദാഹരണമാണിത്. അതുകൊണ്ടാണ് ഈ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്ത വായിക്കും. എളുപ്പമാണത്, പറഞ്ഞോളൂ. ഏ അഹില മക്ക, എന്താ മക്കാരെ, യുഹന്നാസ് എന്ന ജനങ്ങളെ എന്നാണ് ഇവിടെ. മക്കാരെ ഉഅ്ബുദു നിങ്ങൾ ആരാധിക്കുവീൻ, ആരാധിക്കുവീൻ. അതിൻ്റെ വഹിദു ഏകനാക്കുവീൻ. ആരാധന എന്ന് പറഞ്ഞാൽ ഏകനാക്കുവീൻ. അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു, പക്ഷെ അവർ പലരെയും ദൈവമാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിനോട് പറയണം ഉഅ്ബുദു വഹിദു, നിങ്ങൾ ഏകനാക്കുവീൻ. ആരെ ഏകനാക്കണം, ആരാധിക്കണം? പറയും. വഹീദു കേട്ടോ, വഹീദു എന്നാണ്. വഹദ യുവഹിദു, വഹീദു. നിങ്ങൾ ഏകനാക്കണം. റബ്ബിനെ, നിങ്ങളുടെ രക്ഷിതാവിനെ. ആരെ പഠിച്ച? കും, നിങ്ങളെ. നിങ്ങളെ പടച്ച റബ്ബിനെ നിങ്ങൾ ഏകനാക്കുവീൻ. പടച്ച എന്ന് പറഞ്ഞാൽ, പടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് പറയണത്. അൻഷഅക്കും, അൻഷഅ ഉണ്ടാക്കിയവൻ, കും നിങ്ങളെ, നിങ്ങളെ ഉണ്ടാക്കിയവൻ, നിങ്ങളെ ഉണ്ടാക്കിയവനായ റബ്ബിനെ നിങ്ങൾ ഏകനാക്കുവീൻ. എങ്ങനെയുള്ള റബ്ബാണ്? വലം തക്കൂനു ഷൈഅൻ, നിങ്ങൾ ഒന്നുമായിരുന്നില്ല അല്ലേ? നമ്മൾ ഉണ്ടായിരുന്നു അവിടെ, നിങ്ങളായിരുന്നില്ല, ഷൈഅൻ ഒന്നുമായിരുന്നില്ല. നിങ്ങൾ ഒന്നുമല്ലാതിരുന്ന സമയത്ത് നിങ്ങളെ ഉണ്ടാക്കിയവനായ റബ്ബിനെ നിങ്ങൾ ഏകനാക്കുവീൻ. പിന്നെ ആരെ കൂടി പടച്ച? വ ഖലഖല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരിൽ നിന്നുമുള്ളവരെയും പടച്ച, നിങ്ങൾക്ക് മുൻഗാമികൾ ആയ ജനങ്ങളെയും പടച്ച അള്ളാഹുവിനെ നിങ്ങൾ ഏകനാക്കുവീൻ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ഏകനാക്കേണ്ടത്? ലഅല്ലക്കും, നിങ്ങളാവാൻ വേണ്ടി, തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. ബിഇബാദത്തിഹി, അള്ളാഹുവിനിക്ക് ആരാധന ചെയ്യുന്നത് കൊണ്ട്. എന്തിനെ സൂക്ഷിക്കണം? അള്ളാഹ്ക്ക് ആരാധന ചെയ്തുകൊണ്ട്. ഇഖാബഹു, അവൻ്റെ ശിക്ഷയെ, അവൻ്റെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് പറയാം, ഒന്ന് പറയാം. അപ്പോ വഖലഖല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അല്ലേ? നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. ബിഇബാദത്തിഹി, എന്താർത്ഥം? അവൻ ആരാധിച്ചുകൊണ്ട് സൂക്ഷിക്കണം, അവൻ ആരാധന നടത്തിക്കൊണ്ട് സൂക്ഷിക്കണം. എന്തിനെ സൂക്ഷിക്കാൻ വേണ്ടി? ഇഖാബഹു, അവൻ്റെ ശിക്ഷയെ.
അവൻ്റെ ശിക്ഷയെ സൂക്ഷിക്കാൻ വേണ്ടി. ക്ലിയർ അല്ലേ? അതുവരെ ഓക്കെ അല്ലേ? ഇതിലിപ്പോൾ ഇപ്പോൾ ശരിക്കും ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ലഅല്ല എന്നൊരു പദം അവിടെ പോകും. ലഅല്ലക്കും എന്നുണ്ടോ? ലഅല്ല എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതൊരു ആഗ്രഹം പ്രകടിപ്പിക്കാനാണ്. അപ്പം ഞാൻ പറയാണ്, എനിക്കൊരാഗ്രഹമുണ്ട് ഇന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആഗ്രഹം ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം, അല്ലേ? അല്ലേ അതിൻ്റെ അർത്ഥം? അപ്പം ഇവിടെ അള്ളാഹു പറയുമ്പോൾ അങ്ങനെ ലഅല്ലക്ക് കലാമിൽ അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടാം, ശിക്ഷ ഇല്ലാതിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യാന്ന് വന്നു പോകും. നമ്മൾ വെക്കണ അർത്ഥം വെക്കുകയാണെങ്കിൽ അങ്ങനല്ലേ വരിക? ലഅല്ലക്ക് നമ്മൾ സാധ്യത ഉണ്ട്, ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് എന്നുള്ള അർത്ഥമാണ് അസലില്. ഭാഷാപരമായിട്ട് ലഅല്ലയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്? സാധ്യതയുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് അർത്ഥം വരിക. ഇവിടെ ആഗ്രഹമുണ്ട് എന്നുള്ള ചാൻസ് ഉണ്ട് എന്നാണെങ്കിൽ ചാൻസിന്റെ ഓപ്പോസിറ്റും ഉണ്ടാവുമല്ലോ. രണ്ടിനും ചാൻസ് ഉണ്ട്. അപ്പൊ ഭാഷ അതാണ് ലഅല്ല എന്നുള്ളത് ഫിൽ അസ്ലിൽ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അടിസ്ഥാനപരമായി ലഅല്ല ലിത്തറജി ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിനാണ്. പക്ഷെ വഫി കലാമിഹി തആല അള്ളാഹുവിന്റെ കലാമിൽ ലി തഹ്ഖീഖി അത് തഹ്ഖീഖിനുള്ളതാണ്, തീർച്ചപ്പെടുത്തുന്നതിനാണ്. അപ്പൊ ഇത് ആഗ്രഹമല്ല, ഇത് ഉറപ്പാണ്. അള്ളാഹുവിന്റെ കലാമിൽ തീർച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാനപരമായി അല്ല ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിനുമാണ്. പക്ഷെ ഇവിടെ ആഗ്രഹം പ്രകടിപ്പിക്കാന്ന് വെക്കാൻ പറ്റൂല. കാരണം അള്ളാഹു ആഗ്രഹിച്ച നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പോലെ അല്ലല്ലോ അള്ളാഹു. നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ച ചിലപ്പോൾ നടക്കാം, നടക്കാതിരിക്കാം. അപ്പൊ ആ അർത്ഥം വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ചിലപ്പോ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ച ശിക്ഷ എന്ന് കഴിച്ചിലാവും, ചിലപ്പോ കഴിച്ചിലാവാതിരിക്കുന്നു വന്നു പോകും. ആ അർത്ഥം ഇവിടെ വരാൻ പറ്റൂല, ആ അർത്ഥം ഇവിടെ കൊടുക്കാനും പറ്റൂല. അപ്പൊ അത് തീർച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ ആണോ? നിങ്ങളായിരുന്നില്ല, വലം തക്കൂനു നിങ്ങളായിരുന്നില്ല, ഷൈഅൻ ഒന്നുമായിരുന്നില്ല. നിങ്ങൾക്ക് മുമ്പുള്ളവരിൽ നിന്നും അതായത് ഹലക്കല്ലതിനെ ഒരുത്തരെയും പടച്ചു മിൻ കബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരിൽ നിന്നുമുള്ള ഒരുത്തരെയും, നിങ്ങൾക്ക് മുൻഗാമികളായ ഒരുത്തരെയും. ബി ഇബാദത്തിഹി തത്തക്കൂൻ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി, ബി ഇബാദത്തിഹി അള്ളാഹുവിനക്ക് ആരാധന ചെയ്യലുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി. എന്തിനെ? ഇഖാബഹു അള്ളാഹുവിൻ്റെ ശിക്ഷയെ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ രണ്ടായത്തപ്പം നമ്മൾ പറഞ്ഞു. ലഅല്ലക്കും നിങ്ങൾ ആവാൻ വേണ്ടി, തത്തഖൂൻ നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി, സൂക്ഷിക്കുന്നവരാവാൻ വേണ്ടി. തർജി എന്ന് പറഞ്ഞാൽ ആഗ്രഹം പ്രകടിപ്പിക്കുക.
ക്ലിയർ അല്ലേ? ആ ഉറപ്പ്. ആ ഓക്കെ. അപ്പോൾ ഇതൊന്ന് നോക്കണേ. ഇതിങ്ങനെ പോകുമ്പോഴല്ലേ നിങ്ങൾക്ക് ഒരു കൂടി ഗുണം. ഞാനിങ്ങനെ അർത്ഥം വെച്ച് പോകുമ്പോൾ ഒരു എന്താവില്ല, ഇങ്ങനെ നമുക്ക് പോവാം. അത് കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, പോവാം ഇൻഷാ അല്ലാഹ്. യെസ് യെസ് യെസ്. എന്തെങ്കിലും ടൈപ്പ് പിന്നെ ചോദിച്ചാൽ മതി, സംശയങ്ങളും ചോദിച്ചാൽ മതി. കണ്ടേ? എന്നാ ശരി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓക്കെ.